വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയിൽ കേരള ബഡ്ജറ്റ് മാനുവലിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയാശംസകൾ. ഡിപ്പാർട്ട്മെന്റ് ഫിഗറും ട്രഷറി ഫിഗറുമായി പൊരുത്തപ്പെടുത്തേണ്ടത് ആരാണ്? ഉത്തരം: ഡിപ്പാർട്ട്മെന്റൽ സബ് കൺട്രോളിംഗ് ഓഫീസർ. ഡിസ്ബഴ്സിംഗ് ഓഫീസർ ചെലവുകൾ ഏത് കണക്കുമായി പരിശോധിച്ചാണ് പൊരുത്തപ്പെടുത്തേണ്ടത്? ഉത്തരം: അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ. ചെലവിന്റെ കണക്കുകൾ പരിശോധിച്ച് പൊരുത്തപ്പെടുന്നത് എന്തിനെ സഹായിക്കുന്നു? ഉത്തരം: കണക്കിലുള്ള പിശകുകൾ, തിരിമറികൾ, പണാപഹരണം എന്നിവ കണ്ടെത്തുന്നതിനും തടയുന്നതിനും. ഡിപ്പാർട്ട്മെന്റിലെ ചെലവു സംബന്ധിച്ച ഫിഗറും മറ്റ് ഏതൊക്കെ ഫിഗറുമായാണ് കണക്കുകൾ യഥാസമയം പൊരുത്തപ്പെടുത്തേണ്ടത്? ഉത്തരം: ട്രഷറിയും അക്കൗണ്ടന്റ് ജനറലുമായും. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കണക്കുകൾ പരിശോധിച്ച് പൊരുത്തപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഉത്തരം: ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ. അപ്രോപ്രിയേഷന് അക്കൗണ്ടുകളും ഫിനാൻഷ്യൽ അക്കൗണ്ടുകളും ഏത് ബുക്കുകളെ ആധാരമാക്കിയാണ് തയ്യാറാക്കുന്നത്? ഉത്തരം: അക്കൗണ്ടന്റ് ജനറലിന്റെ. ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ ഇനം കണക്കുകളാണ് ട്രഷറിയിലെയും അക്കൗണ്ടന്റ് ജനറലിന്റെയും രജിസ്റ്ററുകളുമായി പൊരുത്തപ്പെടുത്തേണ്ടത്? ഉത്തരം: വരവുകളും ചെലവുകളും. ഗസ്റ്റഡ് ഓഫീസർമാരുടെ വ്യക്തിഗത ക്ലെയിമുകളുടെ പ്രതിമാസ സ്റ്റേറ്റ്മെന്റുകൾ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? ഉത്തരം: കൺട്രോളിംഗ് ഓഫീസർക്ക്. അപ്രോപ്രിയേഷന് മേൽ നിയന്ത്രണം നടത്തുന്നത് എങ്ങനെ? ഉത്തരം: റീഅപ്രോപ്രിയേഷൻ, സപ്ലിമെന്ററി ഗ്രാന്റ്, തിരിച്ചെടുക്കൽ എന്നീ മാർഗങ്ങൾ മുഖേന. അപ്രോപ്രിയേഷന് മേലുള്ള നിയന്ത്രണം പ്രധാനമായും വഹിക്കുന്നത്? ഉത്തരം: ധനകാര്യ വകുപ്പ്. ഒരു യൂണിറ്റിൽ നിന്നും ഫണ്ട് മറ്റൊരു യൂണിറ്റിലേക്ക് അപ്രോപ്രിയേഷൻ നടത്തുന്ന മാർഗം? ഉത്തരം: റീഅപ്രോപ്രിയേഷൻ. റീഅപ്രോപ്രിയേഷന് ഏതൊക്കെ തമ്മിലാണ് സാധ്യമാക്കുക? ഉത്തരം: ഡീറ്റെയിൽഡ് ഹെഡുകൾ തമ്മിൽ. റീഅപ്രോപ്രിയേഷൻ എന്നാൽ എന്ത്? ഉത്തരം: ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് ഫണ്ട് അപ്രോപ്രിയേഷൻ നടത്തുന്നത്. മൈനർ ഹെഡുകൾ തമ്മിൽ റീഅപ്രോപ്രിയേഷൻ നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം: ധനകാര്യ വകുപ്പിന്. റീഅപ്രോപ്രിയേഷൻ നടത്താൻ കഴിയാത്തത് എപ്പോൾ? ആവർത്തന സ്വഭാവമുള്ള ബാധ്യതകൾ തീർക്കുന്നതിനുള്ള ഫണ്ടുകളുടെ ട്രാൻസ്ഫർ. സപ്ലിമെന്ററി അപ്രോപ്രിയേഷന് ശുപാർശ നൽകുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരം: ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക്. ഗ്രാന്റുകൾ തമ്മിൽ റീഅപ്രോപ്രിയേഷൻ അനുവദനീയമാണോ? ഉത്തരം: അനുവദനീയമല്ല. പദ്ധതി വിഹിതങ്ങൾ സറണ്ടർ ചെയ്തുകൊണ്ടും റീഅപ്രോപ്രിയേഷനുള്ള ശുപാർശകൾ നൽകിക്കൊണ്ടും അറിയിപ്പുകൾ നൽകേണ്ടുന്ന അവസാന തീയതി? ഉത്തരം: 25 ഫെബ്രുവരി. ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ലാത്ത പുതിയ സേവനം? ഉത്തരം: ന്യൂ സർവീസ്. തൻവർഷ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ പുതിയ അലോട്ട്മെന്റിനായി നിയമസഭയിൽ സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കേണ്ടതുമായ പുതിയ പദ്ധതി? ഉത്തരം: ന്യൂ സർവീസ്. ന്യൂ സർവീസ് എന്നാൽ എന്ത്? ഉത്തരം: വാർഷിക സാമ്പത്തിക സ്റ്റേറ്റ്മെന്റിൽ പരാമർശിച്ചിട്ടില്ലാത്ത പുതിയ രൂപത്തിലുള്ള ഒരു സേവനം. ബഡ്ജറ്റിൽ വിഹിതം ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പദ്ധതിക്ക് പണം ചെലവഴിക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ടുന്ന നടപടി?
ഉത്തരം നിയമസഭ മുമ്പാകെ സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കണം. ന്യൂ സർവീസ് അടിയന്തിരമായി നടപ്പാക്കേണ്ടതും എന്നാൽ സപ്ലിമെന്ററി ഗ്രാന്റിന് അനുവാദം ലഭിക്കുന്നതിന് താമസം ഉണ്ടാകുകയും ചെയ്താൽ ഏത് ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക അഡ്വാൻസ് നൽകും? ഉത്തരം കണ്ടിജൻസി ഫണ്ട്. പുതിയതായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂ സർവീസ് ആരുടെ ശുപാർശ പ്രകാരമാണ് പരിഗണിക്കപ്പെടുക? ഉത്തരം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ന്യൂ സർവീസിൽ ഉൾപ്പെടാത്ത ഒരു കേസിൽ അടിയന്തിരമായി അധിക വിഹിതം ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുന്ന നടപടി? ഉത്തരം അധികാരികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുകയും അവർ അധിക വിഹിതത്തിനായി ഫൈനാൻസ് ബഡ്ജറ്റ് ഡിവിഷനിൽ അപേക്ഷിക്കുകയും ചെയ്യും. കണ്ടിജൻസി ഫണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ്? ഉത്തരം ഗവർണറുടെ. ബഡ്ജറ്റിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ താൽപ്പര്യപ്പെടുകയും സപ്ലിമെന്ററി ഗ്രാന്റ് അനുവദിച്ചു കിട്ടുന്നതിനുള്ള കാലതാമസം നേരിടുകയും ചെയ്താൽ സ്വീകരിക്കുന്ന ഇടക്കാല നടപടി? ഉത്തരം കണ്ടിജൻസി ഫണ്ടിൽ നിന്നും അഡ്വാൻസ് നൽകും. കണ്ടിജൻസി ഫണ്ട് വിതരണം ആരാണ് നിയന്ത്രിച്ചു നടത്തുന്നത്? ഉത്തരം ധനകാര്യ വകുപ്പ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കണ്ടിജൻസി ഫണ്ട് നടപ്പാക്കിയിട്ടുള്ളത്? ഉത്തരം ആർട്ടിക്കിൾ 267(2). കണ്ടിജൻസി ഫണ്ട് എന്ത് ആവശ്യത്തിലേക്കാണ് ഗവർണർ അനുവദിച്ചു നൽകുന്നത്? ഉത്തരം ഒരു സാമ്പത്തിക വർഷത്തിൽ കരുതൽ സൃഷ്ടിച്ചിട്ടില്ലാത്തതും എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുമ്പോൾ നടത്തുന്നതിന്. സംസ്ഥാന നിയമസഭ അംഗീകരിക്കുന്നതിലും അധികമായി ഗ്രാന്റും വിഹിതങ്ങളും സംസ്ഥാനത്തിന് അനുവദിച്ചു കിട്ടുന്നതിന് ഭരണഘടന അനിവാര്യമാക്കിയിട്ടുള്ള ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 205. കണ്ടിജൻസി ഫണ്ടിന്റെ അടങ്കൽ തുക എത്ര? ഉത്തരം 100 കോടി. ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് അനുവദിച്ചിട്ടുള്ള വിഹിതത്തിലും അധികമായി തുക വിനിയോഗിച്ചിട്ടുള്ളതായി ധനകാര്യവർഷം കഴിയുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വീകരിക്കുന്ന നടപടി? ഉത്തരം നിയമസഭ മുമ്പാകെ അധിക വിഹിതത്തിന് അപേക്ഷിപ്പിക്കുകയും കൂടുതലായ തുക അനുവദിപ്പിക്കുകയും ചെയ്യുക. പബ്ലിക് അക്കൗണ്ട് ആഡിറ്റ് ചെയ്യുന്നതിനുള്ള സ്വതന്ത്ര ഏജൻസി? ഉത്തരം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ബഡ്ജറ്റ് നടപടികളുടെ അവസാന ഘട്ടം? ഉത്തരം ബഡ്ജറ്റ് നിരൂപണം. ബഡ്ജറ്റ് നിരൂപണ ജോലികൾ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 3 തരം തിരിച്ചിരിക്കുന്നു. ബഡ്ജറ്റ് പരിശോധന ആരാണ് നടത്തുക? ഉത്തരം നിയമസഭാ കമ്മിറ്റി. നിയമസഭ പാസാക്കുകയും എക്സിക്യൂട്ടീവ് ചെലവഴിക്കുകയും ചെയ്യുന്ന കണക്കുകൾ പരിശോധിക്കുന്നത് ആരാണ്? ഉത്തരം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓരോ സംസ്ഥാനത്തെയും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പ്രതിനിധി? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പരിശോധനയിൽ അക്കൗണ്ടന്റ് ജനറൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പ്രസ്തുത വകുപ്പിന്റെ സെക്രട്ടറിക്ക് അയച്ചു നൽകുന്നത്? ഉത്തരം ഡ്രാഫ്റ്റ് പാരഗ്രാഫ്. സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ആഡിറ്റ് നടത്തുന്നത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. അയച്ചുകൊടുത്ത ഡ്രാഫ്റ്റ് പാരഗ്രാഫ് പരിശോധിച്ച് എത്ര കാലത്തിനുള്ളിൽ അക്കൗണ്ടന്റ് ജനറലിന് മറുപടി നൽകണം? ഉത്തരം 6 ആഴ്ചകൾക്കകം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റികളുടെ പ്രാഥമിക ചുമതല എന്ത്? ഉത്തരം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ പരിശോധന നടത്തുക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റികളിൽ എത്ര അംഗങ്ങൾ?
ഉത്തരം 11 അംഗങ്ങൾ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരം നിയമസഭാ കമ്മിറ്റികളിൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതാര്? ഉത്തരം നിയമസഭ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാലാവധി? ഉത്തരം 2 വർഷം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ സർക്കാർ പ്രതിനിധി? ഉത്തരം നിയമസഭാ സെക്രട്ടറി. കണക്കുകളുടെ അപ്രോപ്രിയേഷൻ സംസ്ഥാനത്തിന്റെ ധനകാര്യ കണക്കുകൾ നിയമസഭയ്ക്കു വേണ്ടി പരിശോധിക്കുന്നത്? ഉത്തരം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രാഥമിക ചുമതല? ഉത്തരം ആഡിറ്റ് റിപ്പോർട്ടിന്റെ പരിശോധന. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? ഉത്തരം നിയമസഭാംഗങ്ങൾ. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെയും കോർപ്പറേഷനുകളുടെയും കണക്കുകൾ പരിശോധിക്കുന്നത്? ഉത്തരം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എസ്റ്റിമേറ്റുകളുടെ വിശദപരിശോധന നടത്തുന്ന നിയമസഭാ കമ്മിറ്റി? ഉത്തരം സബ്ജക്ട് കമ്മിറ്റി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ കാലാവധി? ഉത്തരം 1 വർഷം. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുന്നതിന് നിയമസഭ പുനഃസംഘടിപ്പിക്കുന്ന ഉപദേശക സമിതി? ഉത്തരം സബ്ജക്ട് കമ്മിറ്റി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ? ഉത്തരം 11 അംഗങ്ങൾ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നത് റവന്യൂ ചെലവ് ഇനത്തിൽ ഉൾപ്പെടുമോ? ഉത്തരം ഉൾപ്പെടില്ല. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിക്കായി റിപ്പോർട്ടിൽ ഒപ്പിടുന്നത്? ഉത്തരം ചെയർമാന്. ട്രാവൽ എക്സ്പെൻസ് എന്ന ഡീറ്റെയിൽഡ് ഹെഡ് ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരം ലീവ് ട്രാവൽ കൺസഷൻ. ആഫീസ് കോഡുകളും മാനുവലുകളും അച്ചടിപ്പിക്കുന്നതിനുള്ള ചെലവുകൾ ഏത് ഇനത്തിൽപ്പെടും? ഉത്തരം പബ്ലിക്കേഷന്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യുന്ന ചെലവുകളുടെ പട്ടിക എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം അപ്പെൻഡിക്സ് 4-ൽ. കണക്കുകളിലെ മേജർ ആൻഡ് മൈനർ ഹെഡുകളുടെ പട്ടികയിൽ സാലറി ഏതിൽപ്പെടും? ഉത്തരം ഡീറ്റെയിൽഡ് ഹെഡ്. ഗവർണറുടെ ശമ്പളവും അലവൻസുകളും ഏത് കണക്കിലാണ് ചാർജ് ചെയ്യുന്നത്? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജീവനക്കാരുടെ ശമ്പളം ഏത് കണക്കിൽ ചാർജ് ചെയ്യപ്പെടുന്നു? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ. സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഒരു ചെലവ്? ഉത്തരം ഗവർണറുമായി ബന്ധപ്പെട്ട ചെലവുകൾ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെടാത്ത ഒരു ചെലവ്? ഉത്തരം സബോർഡിനേറ്റ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പള ചെലവുകൾ. അധ്യാപകരുടെ ശമ്പളം എന്നത് ഏത് എക്സ്പെൻഡിച്ചറാണ്? ഉത്തരം വോട്ടഡ് എക്സ്പെൻഡിച്ചർ. ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളം ഏത് എക്സ്പെൻഡിച്ചറാണ്? ഉത്തരം ചാർജസ് എക്സ്പെൻഡിച്ചർ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്ന ചെലവുകളെപ്പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 202(3). പദ്ധതി വിഹിതത്തിൽ അധികരിച്ചുണ്ടാക്കുന്ന ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് സ്വീകരിക്കേണ്ടുന്ന പൊതു നടപടികളെപ്പറ്റി എവിടെ പറയുന്നു? ഉത്തരം ബഡ്ജറ്റ് മാനുവൽ. അപ്പോപ്രിയേഷന് കൺട്രോൾ സ്കീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇനം? ഉത്തരം സാലറി.
കട്ട് മോഷന് അവതരണ അനുമതി നൽകേണ്ടുന്ന അധികാരി? ഉത്തരം സ്പീക്കർ. ഡിമാൻഡിന്മേൽ കുറവ് വരുത്തുന്നതിനായി പാസാക്കുന്ന പ്രമേയം? ഉത്തരം കട്ട് മോഷൻ. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും കൺസോളിഡേറ്റഡ് ഫണ്ടിലാണോ ചാർജ് ചെയ്യുന്നത്? ഉത്തരം അല്ല. ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് കംട്രോളർ ആൻഡ് ആഡിറ്റർ ജനറൽ തയ്യാറാക്കുന്ന ആഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം സംസ്ഥാന ഗവർണർക്ക്. ഒരു ടാക്സ് നിർത്തലാക്കുന്നതിനോ അഥവാ നടപ്പാക്കുന്നതിനോ അവതരിപ്പിക്കപ്പെടുന്ന ബിൽ? ഉത്തരം മണി ബിൽ. കംട്രോളർ ആൻഡ് ആഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. സ്റ്റാമ്പ്സ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസുകൾ ഏത് ഇനത്തിൽപ്പെടുന്നു? ഉത്തരം ടാക്സ് റവന്യൂ. വനം വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ? ഉത്തരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ. നഷ്ടം നികത്തുന്നതിനായി സർക്കാർ അനുവദിക്കുന്ന നഷ്ടപരിഹാര തുക? ഉത്തരം സബ്സിഡി. പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ യഥാർത്ഥ വിനിയോഗത്തിനായി അനുവദിക്കപ്പെടുന്ന ധനസഹായം? ഉത്തരം കോൺട്രിബ്യൂഷൻ. കണ്ടിജൻസി ഫണ്ടിലെ തുക ലാപ്സാകുന്നത് എപ്പോൾ? ഉത്തരം സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാകുമ്പോൾ. കേരള കണ്ടിജൻസി ആക്ട് പാസ്സാക്കിയത് എപ്പോൾ? ഉത്തരം 1967. കണ്ടിജൻസി ഫണ്ട് ഗവർണർക്കായി സൂക്ഷിക്കുന്നത്? ഉത്തരം ഗവർണറുടെ സെക്രട്ടറി. ഒരു സർക്കാർ കമ്പനിക്ക് ഉദാഹരണം? ഉത്തരം കേരള ഫിഷറീസ് കോർപ്പറേഷൻ ക്ലിപ്തം.